നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ ആർക്കും പെട്ടെന്ന് അങ്ങനെ തൊടാൻ കഴിയാത്ത ഒരു നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പിണറായി സർക്കാരിൻ്റെ കൂടെ കൂടുകയും മറുവശത്ത് മകനെ NDAയുടെ ഭാഗമാക്കുകയും ചെയ്തതിലൂടെ കൃത്യമായി തൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ തൻ്റെ നിലപാട് തൻ്റെ സേഫ് സോണാക്കി നിർത്തുകയും ചെയ്യുന്ന ഒരു നേതാവായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. ഇപ്പം മഹേഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടെങ്ങാണ്ട് അദ്ദേഹം പലതരത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് മുമ്പോട്ട് വരുന്നതും ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവനാണെന്നും അങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നു. നമുക്കറിയാം, സ്വന്തം സമുദായത്തിൽപ്പെട്ട ഒരു പ്രവർത്തകനെയാണ് ഇത്തരത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് പറഞ്ഞിട്ടില്ലെങ്കിൽ മരിച്ചതിന് ശേഷം കുറ്റം പറയാണ്ടിരിക്കുക എന്നുള്ളൊരു മാനുഷിക ഘടന ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം അതിനുപോലും നിരക്കാത്ത രീതിയിലാണ് വെള്ളാപ്പള്ളി നടേശനെ അതിരൂക്ഷമായി വിമർശിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. നമുക്കറിയാം, ഒരു വശത്ത് ഇത്തരത്തിൽ പച്ച വർഗീയത പറയുന്നു. ഈ പറഞ്ഞ പോലെ 2026 UDF ഭരണത്തിലേക്കുമ്പോൾ അന്ന് പച്ചക്ക് ഈ പറഞ്ഞ പോലെ ലീഗിനെ കുറ്റം പറയും. അതിനുശേഷം വിജയിച്ചതിന് ശേഷം VD സതീശൻ ലീഗിൻ്റെ കളിപ്പാട്ടയാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പം കാര്യങ്ങളുടെ കടപ്പ് വെള്ളാപ്പള്ളി നടേശനെ എന്തുകൊണ്ട് ആരും തൊടുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരു ഉത്തരം അദ്ദേഹത്തിന് ഈ ഭരണഘടനയൊന്നും ബാധകമല്ല എന്നുള്ളത് തന്നെയായിരിക്കും. കാരണം ഇന്ത്യയിൽ ബാക്കി എല്ലാ ഇന്ത്യക്കാരും ഇന്ത്യൻ പൗരന്മാരും ഭരണഘടനയ്ക്ക് കീഴിലാണ്. അവരാദരിക്കുന്ന, ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ അംഗീകരിക്കേണ്ട, അവർക്ക് വേണ്ട ഒരു മാനിഫെസ്റ്റോ എന്നുള്ള രീതിയിൽ മാർഗദർശിയായി നമ്മുടെ ഭരണഘടന നിൽക്കുമ്പം അതിനപ്പുറമാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളൊരു ചിന്ത പലപ്പോഴും വെള്ളാപ്പള്ളിക്ക് പോലും വന്നിട്ടുണ്ടോ എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ അതിന് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. കാരണം ഈ പറഞ്ഞ പോലെ സതീശനെ താഴെ ഇറക്കുന്നു മാത്രമല്ല, അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ നേരിടുന്ന സമയത്ത് 100 സീറ്റ് വേണ്ട 99 സീറ്റ് കിട്ടിയത് ഞാൻ തൻ്റെ SNDP ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നുള്ളതും അതല്ലാന്നുണ്ടെങ്കിൽ സതീശൻ രാഷ്ട്രീയം നിർത്തി വനവാസത്തിന് പോകാൻ തയ്യാറുണ്ടോ എന്നുള്ള തരത്തിൽ വെല്ലുവിളിക്കുന്നെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി സതീശൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. പക്ഷേ ജയിച്ചു എന്ന് മാത്രമല്ല, സതീശൻ പിന്നെ ആ കാര്യത്തിലൊന്നും പറയുന്നൊന്നുണ്ടായില്ല. കാരണം തന്നെക്കാൾ തലമുതിർന്ന നേതാവാണ്, അല്ലെങ്കിൽ ആ വയസ്സിൻ്റെ ബഹുമാനമെങ്കിലും സതീശൻ കാണിച്ചു. അത് അദ്ദേഹത്തിൻ്റെ മാന്യത, അദ്ദേഹം കൈകൊണ്ടുന്ന രീതിയാണത്. അപ്പം ഇത്തരത്തിൽ കാര്യങ്ങളെല്ലാം ലീഗിനുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളിക്കെതിരെയുള്ള ആക്ഷേപങ്ങളുണ്ടായിരുന്നു. പക്ഷേ ലീഗും മിണ്ടാണ്ടിരുന്നു. പലപ്പോഴും മലപ്പുറം പരാമർശവും അതുപോലെ മലപ്പുറം വിഭജനവും പരാമർശവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വർഗീയ കാർഡുകൾ വെള്ളാപ്പള്ളി നടേശനെ ഇറക്കുമ്പോഴും ലീഗ് മൗനം പാലിച്ചത് സാമുദായിക ധ്രുവീകരണം നടക്കേണ്ട, അത്തരത്തിൽ വെള്ളാപ്പള്ളി പറയുന്ന കാര്യത്തിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ പോയി കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ വലിയ തരത്തിലുള്ള പിളർപ്പിലോട്ട് പോകും എന്നുള്ള ഉത്തമ ബോധ്യം ലീഗിനുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു കാഴ്ച തന്നെയാണത്. കാരണം അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ ലീഗും പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതൊരു പ്രത്യേകിച്ചൊരു പരസ്യമായ കോൺഫ്ലിക്റ്റിലോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകും എന്നുള്ളത് കൃത്യമാണ്. SNDP കാര്യമെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം SNDP-കാരും, ഞാനിപ്പം കൊല്ലത്തെല്ലാം പൊളിറ്റിക്കൽ കൺസൾട്ടൻ്റായിട്ടും പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റായിട്ടെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം കൃത്യമായി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവർ SNDP-കാരായിരിക്കും. പക്ഷേ ഒരിക്കലും അവർ വെള്ളാപ്പള്ളി നടേശൻ്റെ വർഗീയതയോട് യോജിക്കുന്നവരല്ല. അവർ പലപ്പോഴും പറയാറുള്ളത്, ഞങ്ങൾ SNDP-കാരാണ്, ഞങ്ങൾ ഈഴവ സമുദായത്തിൻ്റെ ആൾക്കാരാണ്, പക്ഷേ വെള്ളാപ്പള്ളി ഞങ്ങൾ നേതാവല്ല, അദ്ദേഹം നേതാവായെന്ന് ഞങ്ങൾ കാണുന്നതിന് ഞങ്ങൾ അംഗീകരിക്കുന്നുമില്ല എന്നുള്ള തരത്തിലാണ്. എന്തായാലും VM സുധീരൻ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിക്കും തുറന്ന് 2 വട്ടം കത്തെഴുതുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ഏറ്റവും പുതുതായി ഈ പറഞ്ഞ പോലെ ലീഗിൻ്റെ സപ്പോർട്ട് കൂടി VM സുധീരന് കിട്ടുന്നു എന്നുള്ളൊരു സത്യമാണ് പുറത്തോട്ട് വരുന്നത്. കാരണം ലീഗ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് വെള്ളാപ്പള്ളി നടേശനെതിരെ SIT-യെ രൂപീകരിക്കണം എന്നുള്ളതും കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകണം എന്നുള്ളതും മുൻകാല സർക്കാരുകൾ വെള്ളാപ്പള്ളി നടേശനെ താങ്ങിയതുപോലെ നമ്മൾ താങ്ങേണ്ട ആവശ്യമില്ലെന്നും, കാരണം നമ്മൾ പ്രതിപക്ഷത്തായി നിൽക്കുമ്പോൾ നമ്മൾ കൃത്യമായ നിലപാടെടുത്തു എന്നുള്ളതും, ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുമ്പോൾ ആ നിലപാടുകളിൽ മാറ്റം വരുത്താൻ പാടില്ല, കൃത്യമായ നിലപാടുമായി മുമ്പോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ലീഗിൻ്റെ നിലപാട്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ കാര്യങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ സതീശൻ കൃത്യമായ നിലപാട് എല്ലാ കാര്യത്തിലും എടുത്തിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യത്തിലായാലും സുകുമാരൻ നായരുടെ കാര്യത്തിലായാലും എല്ലാ വിഷയത്തിലും തൻ്റെതായ നിലപാടുകൾ കൃത്യമായി പറയുന്ന നേതാവാണ് VD സതീശൻ. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളിയെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് അത് ഈ പറയപ്പെട്ട പോലെ 102 സീറ്റുമായി UDF-നെ കൈപിടിച്ച് ഭരണത്തിലോട്ട് ഭരണത്തിൽ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, അതിനുശേഷമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. സതീശനെതിരെ രൂക്ഷമായ വിമർശനവും പല കാര്യങ്ങളും വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും കൊണ്ടുവരുന്നു. ഇതിനെല്ലാം സതീശൻ മൗനത്തിലൂടെയാണ് മറുപടി കൊടുത്തത്. പക്ഷേ അതേസമയം നമ്മൾ ഇതിനോടൊപ്പം കൂട്ടി വാഴിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. UDF-ൻ്റെ പല മന്ത്രിമാരും
വെള്ളാപ്പള്ളി നടേശനെ നേരിട്ട് പോയി കാണുന്നു, അദ്ദേഹത്തിൻ്റെ ആശീർവാദം വാങ്ങുന്നില്ല നമ്മൾ കണ്ടതാണ്. അപ്പോൾ തന്നെ ക്ലിയർ ആയിരുന്നു വെള്ളാപ്പള്ളി നടേശനെ സപ്പോർട്ട് ചെയ്യാൻ പല UDF നേതാക്കന്മാരും അവിടെ ഉണ്ട് എന്നുള്ളത്. കാരണം തങ്ങളുടെ പാർട്ടിക്കെതിരെ, തങ്ങളുടെ ഒരു നേതാവിനെതിരെ ഇത്തരത്തിലുള്ള പച്ചക്ക് വർഗീയതയും കാര്യങ്ങളും പറയുമ്പോൾ, തങ്ങളുടെ പാർട്ടിയെ തോൽപ്പിക്കാനുള്ള 16 അടവും പയറ്റുമ്പോൾ അതിനെതിരെ തിരിച്ചു പറയാന്നുള്ളൊരു സാമാന്യ ബോധം ഏതൊരു പാർട്ടിക്കാരനും, അത് കോൺഗ്രസ്സുകാർ ചെയ്തിട്ടുണ്ട്, VD സതീശനും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും വെള്ളാപ്പള്ളിയെ പോലെ ഒരാളെ ഭയപ്പെടുന്ന പല കോൺഗ്രസ്സുകാരും അവിടെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ല വിജയിച്ചതിന് ശേഷം വെള്ളാപ്പള്ളിയെ പോയി കാണുന്നതിന് കുഴപ്പമില്ല, ഒരു സാമുദായിക നേതാവ് എന്നുള്ള തരത്തിൽ അദ്ദേഹത്തെ പോയി കാണാം, അതിന് യാതൊരുവിധ പ്രശ്നമല്ല. പക്ഷേ ഇത്തരത്തിൽ പല ആൾക്കാരുടെ ആത്മഹത്യക്ക് ഉത്തരവാദിയായ ഒരു നേതാവിനെ, അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസ് പോലെയുള്ള വൻ തട്ടിപ്പുകാരനെ പാർട്ടി പോയി കാണേണ്ടതുണ്ടോ, അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാർ പോയി കാണേണ്ടതുണ്ടോ എന്നുള്ള വലിയ ചോദ്യചിഹ്നം അവിടെ ഉണ്ട്. അതെല്ലാം ഉണ്ടായിരിക്കുകയാണ് ഈ പറയപ്പെട്ട പോലെ പല കോൺഗ്രസ് മന്ത്രിമാരും പോയി കണ്ടത്. ഞാൻ ആരുടെ പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ പല മന്ത്രിമാരും പോയി കണ്ടത് നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ UDFനുള്ളിൽ തന്നെ വെള്ളാപ്പള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നവരും എതിർക്കുന്നവരുമുണ്ട്. എന്തായാലും ലീഗിൻ്റെ സപ്പോർട്ട് കൂടിയും സതീശന് കിട്ടുന്നു എന്നുള്ളൊരു വലിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ലീഗ് തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുന്നു എന്നുള്ളതും SIT അന്വേഷണം വേണമെന്നുള്ളതും കാര്യങ്ങളെല്ലാം കൃത്യമായി അന്വേഷിക്കണം എന്നുള്ളതും തങ്ങളാണ് ഇപ്പോൾ ഭരണത്തിലുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മാതൃകാപരമായ ഇടപെടലുകൾ ഈ വിഷയത്തിൽ ഉണ്ടാവണമെന്നുള്ളതും ലീഗും കൃത്യമായി ഉന്നയിക്കുന്നു. അതോടെ തന്നെ ഇത് യഥാർത്ഥത്തിലൊരു ശക്തിയാവുന്നത് ഈ പറഞ്ഞ പോലെ VD സതീശൻ പാർട്ടിക്കുള്ളിൽ ഒന്നുകൂടി ശക്തവാനാകുന്നു. അതുപോലെ തന്നെ VM സുധീരൻ്റെ സപ്പോർട്ടോടുകൂടി ലീഗും കൂടെ നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ എത്തരത്തിലായിരിക്കും UDF സർക്കാർ ഈ വിഷയമായി കൈകാര്യം ചെയ്യുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒന്ന് തന്നെയാണ്. SITയെ രൂപീകരിക്കുമോ, വെള്ളാപ്പള്ളി നടേശനെ അകത്തിടുമോ, അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങൾക്കെതിരെ അദ്ദേഹത്തിന് ശിക്ഷ കിട്ടുമോ, വലിയ ചോദ്യചിഹ്നങ്ങൾ എല്ലാവരുടെയും മുമ്പിലുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം എത്തരത്തിലായിരിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് UDFും ലീഗും അല്ലെങ്കിൽ അവരുടെ ഗവൺമെൻറ്റും നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളത്.